നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് തിരുവല്ല മജിസ്ട്രേറ്റ് ഉത്തരവായെങ്കിലും ആ ഉത്തരവിലെ കാര്യങ്ങൾ തന്നെ തിരിച്ചടിക്കുകയാണ് മജിസ്ട്രേറ്റിനെതിരെ. അതിൽ ഏറ്റവും സുപ്രധാനമായൊരു കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി പിന്നീട് ബലാത്സംഗം ചെയ്ത ആളെ തേടിപ്പോകുമോ? അങ്ങനെ തേടിപ്പോകുന്ന പെൺകുട്ടി മുമ്പ് പറഞ്ഞതെല്ലാം എന്തെങ്കിലും വാസ്തവമാണെന്ന് പൊതുജനത്തെ പോട്ടെ കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുമോ? ഒരു തരത്തിലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് കോടതി ഒരു ഭാഗം മാത്രം എടുത്ത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്ത് രാഹുൽ മാങ്കൂട്ടം പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗം ചെയ്തു എന്ന് സ്വയം വിലയിരുത്തിയത്. എന്നാൽ മറുഭാഗം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡോക്യുമെന്റ് ഒന്നുപോലും പരിശോധിക്കാതെ, ഒരു മുഖവിലക്കെടുക്കാതെ വേഗമായിട്ട് ഒരു തരത്തിൽ പറയുകയാണ് ഏകപക്ഷീയമായിട്ടാണ് മജിസ്ട്രേറ്റ് ഇങ്ങനെ ഉത്തരവിട്ടത്, ജാമ്യം നിഷേധിച്ചത് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഫെനി നൈനാൻ അഡ്വക്കേറ്റിന് എത്തിച്ചു കൊടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഫെനി നൈനാനും ഈ പറയുന്ന അതിജീവിതയും തമ്മിലുള്ള ചാറ്റ് ഉണ്ട്. ആ ചാറ്റ് 2025 ഒക്ടോബർ മാസത്തിൽ ഈ പറയുന്ന അതിജീവിത ഫെനി നൈനോട് റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്ക് പാലക്കാട് വന്ന് ഫ്ലാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം 3-4 മണിക്കൂർ ചെലവഴിക്കണം ഒറ്റയ്ക്ക്. അവിടേക്ക് വേറെ ആരും വരാൻ പാടില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയണം എന്നാണ് പറഞ്ഞത്. 3-4 മണിക്കൂർ കഴിയണം എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന പരാതി പ്രകാരം തിരുവല്ല ഹോട്ടലിൽ വന്നപ്പോൾ ആ റൂമിൽ 15 മിനിറ്റ് മുമ്പ് റൂം എടുക്കുന്നു ലേഡി. അവിടെ റൂമെടുത്ത് 408 റൂമിൽ എത്തുന്നു. 15 മിനിറ്റ് റെസ്റ്റ് എടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടം എത്തുന്നു. രാഹുൽ മാങ്കൂട്ടം ചാടി വീണിട്ട് റേപ്പ് ചെയ്യുന്നു, അവരെ മുഖത്തടിക്കുന്നു, തുപ്പുന്നു, ശരീരം മുഴുവൻ വലിച്ചു കീറുന്നു, ശരീരത്തിലെ സ്ഥലങ്ങളും ചുണ്ടുകളും അതേപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും രഹസ്യ ഭാഗങ്ങളെല്ലാം കടിച്ചു മുറിക്കുന്നു, മാന്തി പൊളിക്കുന്നു. ഇതൊക്കെയാണ് ആ ലേഡി പരാതിയിൽ കൊടുത്ത മൊഴിയിൽ കൊടുത്ത കാര്യങ്ങൾ. എന്നാൽ പരാതിയിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരാളാണെങ്കിൽ റൂമിലേക്ക് വന്നപ്പോൾ തന്നെ ചാടി വീഴുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഒരു സംസാരം പോലും ഇല്ല, ചാടി വീണിട്ട് ബലാത്സംഗം ചെയ്യാണ്. ലോകത്തിലെവിടെയും കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലുള്ള ഒരു ബലാത്സംഗമാണ് ഈ ബലാത്സംഗം. എന്നാൽ കോടതി അത് പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. മറുഭാഗത്ത് ഹാജരാക്കിയ പ്രധാന ഡോക്യുമെന്റായ ഫെന്നി നൈനാൻ അയച്ച ആ വാട്സപ്പ് കുറിപ്പിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്താണ്? ഈ ഫെന്നി നൈനാനോട് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു 3-4 മണിക്കൂർ കിട്ടണമെന്നാണ്. അതിനർത്ഥം അവിടെ മുമ്പ് ഒരു ബലാത്സംഗം ഉണ്ടായി, അതേപോലെ ഒരു ബലാത്സംഗം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണോ അവരവിടെ ചെന്നത്? ഒരു റൂമിൽ കയറി പാടനെ ബലാത്സംഗം ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റയ്ക്ക് കാണണമെന്ന് എന്തുകൊണ്ടാണ് ഈ ലേഡി ആവശ്യപ്പെട്ടത്, ഈ പരാതിക്കാരി ആവശ്യപ്പെട്ടത്, ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടത്? അതിനർത്ഥം അതായത് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് ഒരു ബലാത്സംഗം നടന്നില്ല, ഒരു കുന്നും കുടച്ചക്രവും നടന്നില്ല എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ട. സാമാന്യ ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന ആരും അത് കൃത്യമായി മനസ്സിലാക്കും. എന്നാൽ കോടതിക്ക് മാത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്? ഇത്രയും ബോധമില്ലാതെയാണോ ഒരു ജഡ്ജിയായിരിക്കേണ്ടത്? കൃത്യമായി പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് ഈ ജഡ്ജ്മെന്റ് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. സുപ്രീം കോടതിയെ അവഹേളിക്കുകയാണ് ഈ ജഡ്ജിന്. മജിസ്ട്രേറ്റ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി നിയമങ്ങളൊന്നും കൃത്യമായി പഠിക്കാത്തത്? സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ നിയമപ്രകാരം, വിധിപ്രകാരം, 2 അംഗ ബെഞ്ചിന്റെ വിധിപ്രകാരം ജസ്റ്റിസ് നാഗരത്ന എന്ന് പറയുന്ന പ്രശസ്തയായ ലേഡി ജഡ്ജിയുടെ വിധിപ്രകാരം കൃത്യമായി പറയുന്നുണ്ട്, വിവാഹ വാഗ്ദാനം ചെയ്ത് ഒരാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ശാരീരിക ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ബലാത്സംഗമായി കരുതാൻ പറ്റില്ല, അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു എന്നാണ്. ഇവിടെ ഈ പരാതിക്കാരി വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു, കുഞ്ഞ് വേണം എന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതേ ലേഡി പിന്നീട് ഇവിടെ പോകുമ്പോൾ പാലക്കാട് ചെന്ന് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം രാത്രി 3-4 മണിക്കൂർ ഒറ്റയ്ക്ക് കഴിയണം എന്ന് പറയുമ്പോൾ അവിടെ ബലാത്സംഗത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബലാത്സംഗം ചെയ്യും എന്ന് ഉറപ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എന്തിനാണ് പോകുന്നത്? ഈ ചോദ്യം കൃത്യമായി ഏതൊരു മിസ്റ്റേക്കുമില്ലാതെ സാധാരണ ലെവലിൽ, സാമാന്യ നീതിയിൽ നിയമമനുസരിച്ച് കൃത്യമായി അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെങ്കിലും മജിസ്ട്രേറ്റിന് മാത്രം മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗത്തിനിരയായ ആ ലേഡി പിന്നെ രാഹുൽ മാങ്കൂട്ടമായി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കും, നേരെ പോയി പരാതി കൊടുക്കും. അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാണ് പരാതി കൊടുക്കുന്നത്? പിണറായി വിജയൻ ഇങ്ങനെയുള്ള ആളുകളെ തപ്പി നടക്കുമ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിന് പഴയ ഫോൺ നമ്പറെല്ലാം ചോർത്തിയെടുത്ത് പഴയ ഇടപാടുകൾ ഇങ്ങനെ ബന്ധപ്പെട്ട സ്ത്രീകളെയൊക്കെ ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരെയും ബന്ധപ്പെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ വലയിൽ വീണ ഒരു ലേഡിയാണ് കാനഡയിലുള്ള ഈ അതിജീവിത. എന്നിട്ടോ അതിജീവിതയ്ക്ക് വേണ്ടി ഒരു പരാതി പി ശശിയുടെ ഒരു അഡ്വക്കേറ്റ് തന്നെ തയ്യാറാക്കി കൊടുക്കുകയാണ്. 3 പരാതികളും തയ്യാറാക്കിയിട്ടുള്ളത് ഒരു അഡ്വക്കേറ്റ് ആണെന്ന് ഓർക്കണം. സമാന രീതിയിൽ ഒരേ ഭാഷയിൽ ഒരു വളച്ചുകെട്ടില്ലാതെ ഒരേപോലെ തന്നെ ഒന്ന് ഗർഭിണിയാകണം, കുഞ്ഞുണ്ടാവണം, ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അത് അബോർട്ട് ചെയ്യണം, പിന്നെ കൊന്നുകളയുമെന്ന് പറയും. ഇതൊക്കെ സ്ഥിരമായിട്ട് ശൈലി അതിനകത്ത് ഈ 3 പരാതിയിലുമുണ്ട്. അപ്പൊ ഈ പറയുന്ന പരാതി പരിഗണിച്ച് ആദ്യത്തെ 2 കേസുകളുടെ വിധി കൂടി ജഡ്ജ് മജിസ്ട്രേറ്റ് നോക്കേണ്ടതായിരുന്നു. രണ്ടാമത്തെ പരാതിയിൽ പറയുന്നത് എന്താ, എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ കേസ് റെഫർ ചെയ്യുന്നത്? പഴയ കേസിൽ സ്ഥിരമായിട്ട് കുറ്റവാളിയാണ്, ലൈംഗിക കുറ്റവാളിയാണ്, ബലാത്സംഗ കുറ്റവാളിയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസ് പറഞ്ഞ അത് അതേപടി വിഴുങ്ങുകയാണ് മജിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സാമാന്യ നീതിക്ക് കൃത്യമായി മനസ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അല്ല, ഏകപക്ഷീയമായിട്ട് സ്വാധീനത്തിൽ വഴങ്ങിയ പോലെ മജിസ്ട്രേറ്റ് ഏകപക്ഷീയമായിട്ടാണ് ഈ ജഡ്ജ്മെന്റ് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലായി. ഏത് കണ്ണ് പൊട്ടനും ആഹാരം കഴിക്കുന്ന ആൾക്കും ഏത് കൊച്ചുകുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റും ഇതൊരു നിയമവിരുദ്ധമായ ജഡ്ജ്മെന്റ് ആണെന്നുള്ളത്. കാരണം അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത് കുമാർ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവരുടെ നേരിട്ടുള്ള മൊഴിയെടുത്തിരുന്നില്ല, പിന്നീടാണ് മൊഴിയെടുത്തത്. എങ്ങനെ? എംബസി വഴി ആണ് മൊഴിയെടുത്തത്. അങ്ങനെ മൊഴിയെടുക്കുമ്പോൾ തന്നെ വീഡിയോ കോൺഫറൻസിലോ എടുത്ത് ഒപ്പിട്ട ഡിജിറ്റൽ വഴിയാണെന്ന് പറഞ്ഞത്. പക്ഷെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? മെഡിക്കൽ ടെസ്റ്റും ഓൺലൈൻ വഴിയാണോ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയത്? അല്ലെ വീഡിയോ കോൺഫറൻസ് വഴിയാണോ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയത്? ഈ പറയുന്ന SHOയുടെ SIT ഉദ്യോഗസ്ഥർ മുന്നാകെ വന്ന് അവർ കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവരുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ആ മെഡിക്കൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം എപ്പോഴും കസ്റ്റഡിയിലാണ്. കസ്റ്റഡി പോലെയാണ്. കാരണം 2 കേസുകളിൽ ജാമ്യത്തിന്റെ കണ്ടീഷൻ പ്രകാരം നീങ്ങുന്ന ഒരാളെ പൂങ്കുഴയിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ അവിടെ രാഹുൽ മാങ്കൂട്ടനെ എത്തിക്കാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടന് പറയാനുള്ളത് അവസരം കൃത്യമായി കേൾക്കാൻ പറ്റും. ഇത് അങ്ങനെയൊന്നുമില്ല. കൃത്യമായി പാലക്കാട് പോകുന്നു, അവർ CCTV ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അറസ്റ്റ് ചെയ്യുന്നത് യാതൊരു അറസ്റ്റ് മെമ്മോ കൊടുക്കാതെ, ഒപ്പിടിക്കാതെ, മറ്റൊരാളെ ഫോൺ ചെയ്യാൻ സമ്മതിക്കാതെ ആണ് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇല്ലീഗൽ ചെയ്ത കാര്യങ്ങളൊക്കെ വെള്ളപൂശുകയാണ് മജിസ്ട്രേറ്റ്. കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള വിധികൾ തീർച്ചയായും സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ കോടതിയെ പറ്റി ഉണ്ടാക്കുമെന്നുള്ളതാണ് സത്യം. ഈ മജിസ്ട്രേറ്റിന് കൃത്യമായിട്ട് അവർക്കെതിരെ പരാതി പോകേണ്ടതെന്ന് രാഹുൽ മാങ്കൂട്ടം ഈ കേസിൽ ജാമ്യം ഇറങ്ങിയ ശേഷം ഒരു പരാതി ഈ പറയുന്ന മജിസ്ട്രേറ്റിനെതിരെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും മജിസ്ട്രേറ്റിനെ മജിസ്ട്രേറ്റ് സ്ഥാനത്ത് നിന്ന് പോകേണ്ടി വരും. കാരണം അത്രയും വയലേഷനാണ് മജിസ്ട്രേറ്റ് നടത്തിയിട്ടുള്ളത്. അവരുടെ മനസ്സ് 1% പോലും അപ്ലൈ ചെയ്യാതെ ഏകപക്ഷീയമായി പോലീസ് എഴുതി കൊടുത്ത റിപ്പോർട്ട് അതേപടി ഒഴുങ്ങുക മാത്രമാണ് മജിസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അത് ഗുരുതരമായ തെറ്റാണ്. സുപ്രീം കോടതി വിധികളിൽ പറയുന്ന മജിസ്ട്രേറ്റ്മാർ മനസ്സ് അപ്ലൈ ചെയ്യണം. ഒരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ള ആപ്തവാക്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇവിടെ ജയിലിൽ കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടം ജാമ്യം കിട്ടാനുള്ള മാക്സിമം കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. വെറുതെ ഒരാളെ ജയിലിൽ പിടിച്ചിടരുത്. ഇവിടെ എല്ലാ തരത്തിലും വയലേഷൻ നടത്തിയിട്ടാണ് മജിസ്ട്രേറ്റ് വിധി എഴുതിയിരിക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ വിധി ലംഘനം പോലും അവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് സെഷൻസ് കോടതിയിൽ തിങ്കളാഴ്ച അപേക്ഷ കൊടുക്കുമെന്നുള്ള വിവരമാണ് അറിയുന്നത്. സെഷൻസ് കോടതി ഇതെല്ലാം പരിഗണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഹൈക്കോടതി നിർബന്ധമായും ജാമ്യ ഹർജി പരിഗണിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് BNSS പെടുന്നതല്ല. 2024 ജൂലൈ 1 മുതലാണ് BNS പ്രകാരമുള്ള വകുപ്പുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതിന് മുമ്പുള്ള ഒരു കേസാണ്. 2024 ഏപ്രിൽ 8-ാം തീയതിയാണ് 8/4/2024 ഈ സംഭവം നടക്കുന്നത്. 1/7/2024 ആയിരുന്നെങ്കിൽ ഇത് BNS പ്രകാരമുള്ള വകുപ്പിൽ കേസ് വരുമായിരുന്നു. നന്ദി, നമസ്കാരം.